ഹായ്, ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ 10 മണിയുടെ ചെറിയൊരു കളക്ഷനാണ് കാണിക്കുന്നത്. എൻ്റെ കയ്യിൽ സിംഗിൾ പെറ്റലും ഡബിൾ പെറ്റലുമായിട്ട് കുറേ കളറുകളുണ്ട്. എൻ്റെ ഈ ചെടികൾ ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് നിൽക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നത്. ഇതൊരു ചെടിയും നല്ല ഹെൽത്തി ആയിട്ട് വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പോട്ടി മിക്സ് ആദ്യം തന്നെ ശ്രദ്ധിക്കണം. ഞാനിതിൻ്റെ പോട്ടി മിക്സ് തയ്യാറാക്കിയത് മണ്ണും മണലും ചാണകപ്പൊടിയും കൂടാണ്. അതിലേക്കാണ് ഞാൻ 10 മണിയുടെ ഓരോ കട്ടിങ്സും നട്ടുകൊടുത്തത്. ഈ കാണുന്ന പോട്ടിലെ ചെടികളൊക്കെ ഇപ്പോൾ ഒരു 5-6 മാസത്തോളമായി ഞാൻ നട്ടുകൊടുത്തിട്ട്. ഇപ്പോൾ ഇതിൽ ദിവസവും നിറയെ പൂക്കളാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെ ഞാൻ അത് കഴിഞ്ഞിട്ട് തണ്ടുകൾ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചെടുത്താണ്. ഈ ചെടികളൊക്കെ അധികമായിട്ടില്ല. ഇതിലൊക്കെ ഇപ്പം നിറയെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. ജൈവവളങ്ങളാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത്. ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ പഴത്തിൻ്റെ തൊലി എടുത്ത് 2 ദിവസം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അതെടുത്ത് നന്നായി കുറച്ച് വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ട് ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഉള്ളിത്തോലും അതുപോണക്ക് തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്കത് വർക്കാവുന്നുണ്ട്. നിറയെ മുട്ടുകളും പൂക്കളും എല്ലാം ചെടിയിലുണ്ടാകുന്നുണ്ട്. ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെയുള്ളത് നല്ല വെയിലാണ്. ദിവസവും 4-5 മണിക്കൂറോളം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാവുകയും പൂക്കൾക്ക് നല്ല വലിപ്പം ഉണ്ടാവുകയും ചെയ്യും. എൻ്റെ ഈ 10 മണി ആദ്യം ഇരുന്ന സ്ഥലത്ത് അധികം വെയിലില്ലായിരുന്നു. വെയിൽ കിട്ടാതായതോടുകൂടി അതിൻ്റെ ഇലകളൊക്കെ ഒരു മുരടിച്ച് വരികയും പൂവുകളാണെങ്കിൽ ശരിയായി വിരിയാതെ വരികയും ചെറിയ പൂക്കളും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് മാറ്റി വെച്ച് കൊടുത്തു. നല്ല വെയിലിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ആ ഇലയുടെ മുരടിപ്പും മാറി പൂക്കളൊക്കെ വലിയ പൂക്കളാണ് ഉണ്ടാകുന്നതും എല്ലാം. പിന്നെയുള്ളത് 10 മണി ചെടികൾക്ക് ഒരുപാട് വെള്ളം വേണ്ട. ഒരുപാട് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ ചെടികളുടെ തണ്ട് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഓരോ തവണയും പൂക്കൾ വിരിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ മണ്ടനുള്ളിൽ നമ്മൾ കളഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുതിയ തളിർപ്പുകൾ ഉണ്ടാവുകയും അതിലും നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഉള്ളിൽ കളയുന്ന തണ്ടുകൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല. അതൊരു പോട്ടിലോട്ട് കുത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പിടിച്ചു കിട്ടും. ഞാനിതൊക്കെയാണ് എൻ്റെ ചെടികൾക്ക് ചെയ്തു കൊടുക്കാറുള്ളത്. വളരെ എളുപ്പത്തിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ 10 മണി. ചെറിയൊരു തണ്ട് കിട്ടിയാൽ മതി. അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.